ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് ബോർഡിൽ പെയിൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻവാസ് ബോർഡിൽ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. 75 റുപ്പീസാണ് ആയത്, പക്ഷേ എനിക്ക് ഓഫർ പ്രൈസിന് 33 റുപ്പീസിന് കിട്ടിയിട്ടു. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലേഡ് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഒരു റാപ്പർ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഞാൻ ആ റാപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. നമുക്ക് ഫൈനലി നമ്മൾ പാക്ക് തുറന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നാലും അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരു ഷീറ്റിനുണ്ടാവും, അടിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ക്യാൻവാസ് കേട്ടോ. നല്ല അടിപൊളി ക്യാൻവാസാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് പൊളിച്ച് മാറ്റാം. ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഒരു സെലോ ടേപ്പ് ഉണ്ടായിരുന്നു. നല്ല കളറില്ലെങ്കിൽ ഇങ്ങനെ നമ്മളെടുത്തിട്ടുണ്ട് ക്യാൻവാസ് കേട്ടോ. അപ്പോൾ നമുക്കിനി ക്യാൻവാസ് ഡ്രോയിങ് തുടങ്ങാം കേട്ടോ. പിന്നെ ഗൈസ്, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇതൊരു ഇൻസ്പയർഡ് വീഡിയോ ആണ് കേട്ടോ, അല്ലാണ്ട് എൻ്റെ ഓൺ ഐഡിയയിൽ ഞാൻ ചെയ്തതല്ല. കുറച്ച് ക്യാൻവാസ് അവിടെ ഇരുന്നൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എൻ്റെ മൈൻഡിലേക്ക് വന്നു. അപ്പോൾ ഞാനത് കൂടുതലായിട്ട് നമ്മുടെ ആർട്ട് ഗാലറിയിൽ, അതായത് നമ്മുടെ ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ അതാണ് ആർട്ട് ഗാലറി അല്ല ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇങ്ങനൊരു ഷേപ്സൊക്കെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഈ ഒരു ഷേപ്പ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ എത്രത്തോളം എനിക്ക് ക്ലിയർ ആണെന്ന് അറിയാൻ പാടില്ല. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ലൈറ്റ് കളറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും വൈറ്റും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യാൻ ഞാനിവിടെ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കതിലേക്ക് കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കൈ ഇന്ന് ശരിയാകും. എനിക്കിനി ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ അറിയാൻ പാടില്ല. അപ്പം ഞാനൊരു ഇത്തിരി ബ്ലൂ കേട്ടോ മതിയിട്ട് ഞാനൊരു ഇത്തിരി ബ്ലൂ കൊടുക്കുന്നുള്ള ഒരു ഇത്തിരി ബ്ലൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞാൽ പോസ്റ്റും ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു മറ്റേ നമ്മുടെ ഗ്ലാസ് പെയിൻ്റ് ഇല്ലേ, ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഒരു ലൈനർ ഇല്ലേ, അതാണ് കേട്ടോ ഗൈസ്. ആ സത്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ വൈറ്റ് പെയിൻറ്റ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വൈറ്റ് അല്ല എടുത്തിട്ട്. ഇപ്പോൾ വൈറ്റ് മിക്സ് ചെയ്യാൻ ഒരു ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂ ആണ്. ഞാനത് ജസ്റ്റ് ആ പാലറ്റിലേക്ക് ഒഴിച്ചിട്ട് നോർമൽ ചെയ്യുന്നത് കേട്ടോ. അപ്ലൈ കൊടുക്കാം കേട്ടോ. നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതെന്താ സെയിം പ്രൊസീജിയറായിട്ട് ഈ ഒരു ഫിഗർ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. നമ്മൾ വരെയാണ് ഈ ഒരു ഫിഗർ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കളർ എടുത്ത് ഈ സൈഡിൽ കാണുന്ന ഫിഗേഴ്സിനെയും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതേപോലെ വാട്ടർ നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ബ്രഷ് വാട്ടർ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടവൽ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെയ്തെടുക്കണം, നന്നായിട്ട് തുടച്ചെടുക്കുക വെച്ചിട്ട്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഗൈസ് ഞാൻ അടുത്ത കളറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലറ്റിലേക്ക് ഗ്രീൻ കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് ഗ്രീൻ ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിഗറാണ് കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ സൈഡിൽ ഫോണിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഫോണിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇതൊന്ന് അടിക്കണത് എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനത് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ 2 കളറും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബേക്കാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്രീൻ ഈ ഷീപ്പാണ് ഗ്രീൻ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് കളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്ത് കളർ അടിക്കും എന്ന് ആലോചിച്ചിട്ട് ഞാൻ ലാസ്റ്റ് എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ. ഒരു യമൺ യെല്ലോ ആണ്. നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യെല്ലോ ഇത്തിരി കൂടി പോയിട്ടുണ്ടാകുന്നൊരു സംശയമില്ലാണ്ടില്ലാണ്. ഇതാണ് കേട്ടോ എൻ്റെ യെല്ലോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അത് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഫുള്ള്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ യെല്ലോ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത കളറായിട്ട് എടുക്കുന്നത് നമ്മുടെ പേർപ്പിളാണ് കേട്ടോ. നമ്മുടെ പേർപ്പിളാണ് എടുക്കുന്നത്. പക്ഷേ പേർപ്പിളും നമുക്ക് ഒരേപോലെയാണ് ഇരിക്കുന്നത്. പേർപ്പിളല്ല, ഒരു വയലറ്റ് കളറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് അടിയിലത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, വയലറ്റ് എന്ന ഈ 4 കളറിൽ ഞാൻ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഷേപ്സും നമ്മൾ വരച്ച എല്ലാ ഷേപ്സും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് നമുക്കിനി ഇതിലേക്കുള്ളൊരു മെയിൻ പാർട്ടായിട്ടുള്ള പണി വരുന്നത് കേട്ടോ. മെയിനായിട്ടുള്ളൊരു സംഭവം അത് ഓരോരുത്തരുടെ ഒരു ഇതനുസരിച്ചിരിക്കും. എനിക്ക് വീഡിയോയിൽ കണ്ടിട്ട് തോന്നിയിട്ട് അത് ഭയങ്കര ടഫായിരിക്കുമെന്നാണ്. ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ചെയ്ത് നോക്കാനല്ല, ഇതൊന്ന് ഉണങ്ങണം. അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ റഫ് ബുക്കിലൊക്കെ വരച്ച് നോക്കാം കേട്ടോ. അപ്പം ഇതെന്തെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കൈ കൊണ്ട് ചെറുതായിട്ട് പെയിൻറ്റിങ് സ്പ്രെഡ് ഉണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഒരു പെൻസിൽ വെച്ചിട്ട് കേട്ടോ. അപ്പം ഇനി നമുക്കതിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് വരക്കണമല്ലോ. അപ്പം ഞാൻ അത് വരക്കാൻ പോണുണ്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു മാർക്കറാണ് കേട്ടോ, ബ്ലാക്ക് കളർ. നമുക്കപ്പോൾ വരച്ചെടുക്കാം കേട്ടോ. ഞാനത് ഒരു മാർക്കറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി വരച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ ചുമ്മാ ഇങ്ങനെ വരച്ചെടുക്കാം. ജസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുക, ഇങ്ങനെ നടക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക.
പെടുന്നവർ ഇങ്ങനെ ഒരു വര. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യം ഇതിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഹൈറ്റാക്കി ആക്കും. നമുക്ക് അത്രമാത്രം നമുക്ക് പണിയുള്ളൂ ഗൈസ്. ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു. നമ്മൾ മാർക്ക് ചെറുതായിട്ട് സ്പ്രെഡായിട്ട് എൻ്റെ വർക്കില്ല കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ക്യാൻവാസ് ഡ്രോയിങ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്ത് അങ്ങനെ ഡാർക്കൺ ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്ക് ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ അന്നേരം പിടിച്ചതാണ് കേട്ടോ. ഇത് വൈകുന്നേരം പോയില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലറിയാണ്ട് ടച്ച് ചെയ്തതാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.